ഇത് ഞാനിവിടെ ഇരുന്ന് കഴിക്കുന്നില്ല, ഒന്ന് പാർസലാക്കി തന്നെ കേട്ടോ. ഹായ്, സലീം വ്ളോഗ് എന്നാണ്. എന്നും വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം ഒരു ചായ, അതിലേക്ക് എന്തെങ്കിലും ഒരു കടിയൊക്കെ ഒരു ശീലമുണ്ട്. ഇന്ന് വൈകുന്നേരം ഒരു കഫറ്റീരിയ കയറിയപ്പോൾ ചായ ചോദിച്ച്, ചായക്കൊപ്പം എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ ഇന്ന് സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു. സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് കുമ്പിളപ്പം. അപ്പോൾ ഞാൻ ഈ കുമ്പിളപ്പം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കുറേ കഫറ്റീരിയയിൽ ഡെയിലി പോക്കുന്നുണ്ട്, പക്ഷേ കുമ്പിളപ്പത്തിനെ കുറിച്ചിട്ട് ഇന്ന് ആദ്യമായിട്ട് കേട്ടത് കേട്ടോ. അപ്പോൾ ഈ കഴിക്കുന്ന സാധനങ്ങൾ പുതിയ ഒക്കെ കാണുമ്പോൾ എനിക്കൊന്ന് പരീക്ഷിക്കണം എന്ന് വലിയ ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഓക്കെ എന്ന് കുമ്പിളപ്പം വരട്ടെ. അങ്ങനെയാണ് ഈ കുമ്പിളപ്പം തന്നത്. അപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പാർസൽ വാങ്ങിയിട്ടാണ് വണ്ടിയിൽ വന്നിരുന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ കുമ്പിളപ്പം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സമൂസൻ്റെ ആകൃതിയാണുള്ളത്. ഇലയിൽ വേവിച്ചെടുത്താണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല നമ്മൾ വിചാരിച്ച ഇല ഒന്നുമല്ല, ഇത് കറാമ്പട്ടൻ്റെ ഇലയാണ്. കുറച്ച് കോസ്റ്റ്ലി ഇലയാണ്. കണ്ടാ, ഇതിൻ്റെ ഇല കണ്ടില്ല നിങ്ങൾ? ഈ ഇലയിലാണ് ഇതിന് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ഇതിൻ്റെ ഒരു നല്ലൊരു മണം ഇതിൽ ഉണ്ടാവും. കറാമ്പട്ടൻ്റെ നല്ലൊരു മണം ഇതിലുണ്ടാവും. ഇത് ടേസ്റ്റ് ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് തുറന്നിട്ട് കഴിച്ചു നോക്കാം. ഇതിങ്ങനെ കാണുമ്പോൾ നാട്ടിലെ കൽത്തപ്പത്തിൻ്റെ ഒക്കെ ഒരു കളറാണ്. നമുക്ക് കഴിച്ചു നോക്കട്ടാ. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് വന്നത് നമ്മൾ ഒരു ആയുർവേദിക് ടേസ്റ്റാണ്. എന്തൊക്കെ ചക്കേൻ്റെയും അതുപോലെ അരിഷ്ടത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് കാണുന്നത്. ഓയിലിൽ ഉണ്ടാക്കിയതല്ല. പിന്നെ ഷുഗറുള്ളവർക്ക് കുറച്ച് മധുരമുണ്ട് ഇതിൽ, കുറച്ച് മധുരമുണ്ട്. ഷുഗറുള്ളവർക്ക് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റില്ല. ഷുഗറുള്ളവരും ഒരെണ്ണം ടെസ്റ്റ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അത്ര വലിയ മധുരമൊന്നുമില്ല. അതിനത് ശർക്കരൻ്റെ മധുരമാണുള്ളത്. അപ്പോൾ ഇന്ന് കുമ്പിളപ്പാണ് നമുക്ക് വൈകുന്നേരത്തെ സ്നാക്സിന് കഴിക്കാനുണ്ടായത്. എല്ലാവർക്കും എൻ്റെ ഈ കുമ്പിളപ്പത്തിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.